independent individual. Finally, we have 3 methods of analysis. We can use ultrasound, blood test of the mother, and also genetic test. What we intend to do is a cooperative clinical research whereby we can diagnose and treat the fetal diseases. I conclude by saying, let me congratulate the entire Asian Reproductive Medicine Center team for entering into the 2nd year, and also wishing for the goodwill of the entire august audience and the members of the dais. Thank you very much. Jai Hind. Thank you. ബഹുമാനായ MLA ശ്രീ എ പ്രദീപ് കുമാർ നമ്മയൊക്കെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന മലയാളത്തിലെ പ്രശസ്തനായ ശ്രീ ശ്രീനിവാസൻ അവർ, വേദിയിലുള്ള ഇനി പറയുന്നതൊക്കെ ഡോക്ടർമാരായതുകൊണ്ട് എല്ലാവരുടെയും പേരിൻ്റെ കൂടെ ഡോക്ടർ കൂട്ടുന്നില്ല. ശ്രീ ആസാദ്, ശ്രീ ഫസൽ ഗഫൂർ, ശ്രീ മുഹമ്മദ്, ശ്രീ കുഞ്ഞുമൊയ്തീൻ, ശ്രീ പ്രഭാകരൻ, ശ്രീമതി ലളിത, ശ്രീ നാരായണൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കൾ, ചികിത്സാരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിന് നമ്മളൊക്കെ അനുഭവ സാക്ഷികൾ. നൂതനങ്ങളായ നിരവധി കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് വലിയ നേട്ടങ്ങളും നന്മകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. ദിനംതോറും എന്നോണം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പുതിയ ചികിത്സാ രീതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചികിത്സയില്ലാത്ത രോഗങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. പരമാവധി ആയാസമുള്ള ചികിത്സാ രീതികൾ ആശ്രയിക്കാൻ നമ്മളൊക്കെ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോൾ കോഴിക്കോടിന് കഴിഞ്ഞ 1 വർഷമായി ARMC നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം. ഈ മേഖലയിലെ ഏറ്റവും നൂതനങ്ങളായ സൗകര്യങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉപകരണങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ നല്ല സേവനം നൽകുക എന്നത് കഴിഞ്ഞ 1 വർഷമായി കോഴിക്കോട് നഗരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ വൈദ്യശാസ്ത്ര മേഖലയിലെ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഈ കോഴിക്കോട് നഗരത്തിന് പ്രാപ്യമാക്കിയ ഇതിന്റെ ഡോക്ടർ മുഹമ്മദും ഡോക്ടർ കുഞ്ഞുമൊയ്തീനും ഒക്കെ അടങ്ങുന്ന ഇതിന്റെ സാരഥികളെ അഭിനന്ദിക്കേണ്ടത്, അവരെ ആശീർവദിക്കേണ്ടത്, അവർക്ക് ആശംസകൾ അർപ്പിക്കേണ്ടത്, അവരോട് കടപ്പാടുകൾ ഉണ്ടായിരിക്കേണ്ടത് കോഴിക്കോട് നഗരവാസികൾക്ക്. കോഴിക്കോട് നഗരവാസികളുടെ പേരിൽ ഈ സംരംഭകരെ അനുമോദിക്കും. ഈ മേഖലയിൽ കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ ഇവിടെ ശ്രീ ശ്രീനിവാസൻ ചൂണ്ടിക്കാണിച്ച പോലെ സാമൂഹ്യ പ്രതിബദ്ധത അതുകൂടി ഈ മേഖലയിൽ പ്രകടിപ്പിക്കുന്നു. ഡോക്ടർ ആസാദ് ഇവിടെയുണ്ട്. മിംസിലൊക്കെ പലപ്പോഴും ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ വിളിച്ചു പറയാറുണ്ട്. അറിയിക്കുന്ന രോഗികൾക്കും അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതയുള്ള രോഗികൾക്കൊക്കെ പരമാവധി സൗകര്യങ്ങളും സൗജന്യങ്ങളും ഒക്കെ അവിടെ നൽകിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് സൗജന്യവും അല്ലെങ്കിൽ സഹായ നിരക്കിലുമൊക്കെ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ഒരു സംരംഭം കൂടിയാണ് എന്നുള്ളത് ഈ ചടങ്ങിന് മാറ്റുകൂടി. ഇതുപോലെ ഒരു സ്വകാര്യ ചടങ്ങിന് ഇത്രത്തോളം ജനപങ്കാളിത്തം കാണിക്കുന്നത് തന്നെ ഈ സംരംഭത്തിന് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട് എന്നതിന് തെളിവാണ്. നമുക്കറിയാം, ദാമ്പത്യം പൂർണ്ണമാകണമെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾ വേണം. ആ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ പലപ്പോഴും സർക്കാരുകളും നമ്മളും തമ്മിലൊക്കെ തർക്കമുണ്ടാവും. എന്നിരുന്നാൽ പോലും കുഞ്ഞുങ്ങളോ വേണം. അതില്ലാത്ത ദമ്പതിമാർക്കേ അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവും. അങ്ങനെ പ്രയാസപ്പെടുന്ന ദമ്പതിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഈ വേദിയിലുള്ള കുട്ടികളുള്ള എല്ലാ ദമ്പതിമാരും അവരുടെ ഭർത്താക്കന്മാരോ ഭാര്യമാരോ ഇവിടെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതുകൂടി ഈ ചടങ്ങ് ഉദ്ദേശിക്കപ്പെടുന്നു. ഏതായിരുന്നാലും കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഈ കോഴിക്കോട്ട് നടത്തിയ സംരംഭം വിജയപ്രദമായിരുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്കും വിജയങ്ങളിലേക്കും
കുതിച്ചു കയറാൻ ഈ സംരംഭത്തിന്, ഈ സ്ഥാപനത്തിന് സാധിക്കുമാറാകട്ടെ. സർവശക്തൻ അതിന് അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഫസൽ ഗഫൂർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ARMCക്ക് ടെസ്റ്റ് ട്യൂബ് ബേബി എന്നാണ് കാണുന്നത്. ടെസ്റ്റ് ട്യൂബ് ബേബി തൊട്ട് ഇനി വരുന്ന കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്, ശാസ്ത്രം അവിടെ നിൽക്കുന്നു, ദൈവം അവിടെ നിൽക്കുന്നു എന്നുള്ള എൻ്റെ ഒരു ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു ഭാഗമാണത്. ഏതായാലും മുൻ പ്രാസംഗികർ പറഞ്ഞാൽ മതി, ഇത് ജനങ്ങളോടുണ്ട്. ഡയാലിസിസ് നമ്മൾക്ക് ഏകദേശം ജനങ്ങളോട് പല സംഘടനകളും ഇടപെട്ടതിന്റെ ഫലമായിട്ട് ഡയാലിസിസ്. അതേമാതിരി ഇതൊരു ജീവകാരുണ്യ വിഷയമാണ് പാവപ്പെട്ടവരെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ജനങ്ങളോട് കൊണ്ടുവരാനുള്ള സംരംഭങ്ങൾ, ഇതുമാതിരിയുള്ള സംരംഭങ്ങൾ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ശ്രീനിവാസൻ പറഞ്ഞ മാതിരി, ശ്രീനിവാസന്റെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു ചെറിയ കഥാപാത്രത്തിന്റെ വാസം. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പിയിൽ. അദ്ദേഹത്തിന്റെ കഴുത്തിൽ അതിനേറ്റ് പോകും. അപ്പൊ അദ്ദേഹത്തെ പരിശോധിച്ച് അദ്ദേഹത്തിന് MRI എടുത്ത അദ്ദേഹം പോയി. അടുത്ത പേഷ്യന്റ് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞുതരാം. അയാൾ ഇടിച്ച് അകത്തോട്ട് കയറി വന്നിട്ട്, ഡോക്ടർ എന്താ ചെയ്യുന്നത്? കണ്ട സിനിമാ നടന്മാരോടൊക്കെ സല്ലപിച്ചിരിക്കുകയാണ്, ഞങ്ങളൊക്കെ വെറുതെ നോക്കിയത്. അതായിരുന്നു റിയാക്ഷൻ പേഷ്യന്റ്. അതിന്റെ മറുഭാഗം പിന്നെ ഞാൻ ശ്രീനിവാസനെ കാണാൻ, ശ്രീനിവാസൻ TV-യിൽ പറഞ്ഞു ഇങ്ങനെ ഒരു കഴുത്തിനൊരു പ്രോബ്ലം ഉണ്ടായി, അത് വലിയ പ്രശ്നമാണെന്ന് ഫസൽ ഗഫൂർ പറഞ്ഞു. പക്ഷെ ഞാനൊരു സാധാരണ ഒരു വൈദ്യനെ കണ്ട് അയാളെ ഒറ്റക്കിരിക്കൽ, അതോടെയൊക്കെ ശരിയായിരിക്കും. അതാണ് നമ്മുടെ മന്ത്രി കരീം പറഞ്ഞ ക്വാക്ക്. അദ്ദേഹം അതിന് ഈ ക്വാക്കിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞതിന്റെ പ്രശ്നം, ഇവിടെ മോഡേൺ മെഡിസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും അതിന് ക്വാളിറ്റി കൺട്രോൾ നടത്താനും അവർക്കെതിരായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ പോകാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ആൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു മഹാസംഭവമാണ് എന്ന് ജനങ്ങൾക്ക് തന്നെ തോന്നലുണ്ട്. അതാണ് നല്ലത്. ഒരു സ്റ്റാൻഡർഡൈസേഷനും ഇല്ല, ഒരു സയന്റിഫിക് ബേസിസ് ഇല്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ സർവൈവ് ചെയ്യണമെന്ന് പറയുമ്പോൾ IMA കൊണ്ടിരിക്കുന്നുണ്ട് ലളിത മാഡം. അവർ ഇന്ത്യ വിഷനിലുണ്ടെന്നൊക്കെ പറയും. അവരൊക്കെയല്ലേ ഇതിനെതിരായിട്ട് പറയുന്നത്. ഒരു സ്റ്റാൻഡർഡൈസേഷനും ഇല്ലാത്ത സംഭവങ്ങൾ നമ്മുടെ ആ നാട്ടിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ 6-ാം ഗേറ്റിന്റെ അടുത്ത്, 6-ാം ഗേറ്റില്ല, ഡയലത്തൂർ ഗേറ്റില്ല, അവിടെ ഒരു അപസ്മാരത്തിന്റെ നെയ് കിട്ടാൻ. അതാണ് രാജ്യം. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്തുണ്ടാവുമ്പോൾ ഇന്നിപ്പോ MIMS ആയാലും MBS മെഡിക്കൽ കോളേജ് ആയാലും ഈ സംരംഭങ്ങളായാലൊക്കെ സയന്റിഫിക് മെഡിസിന്റെ എല്ലാ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സും കേരളത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള വലിയ ശ്രമം നമ്മുടെയൊക്കെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിന് ജനങ്ങളുടെ പിന്തുണ കാര്യങ്ങൾക്ക് വേണം. അല്ലാതെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ആ സ്ഥാപനത്തിൽ ഉണ്ടാക്കി മുതിർന്ന പത്രത്തിൽ വലുതാക്കി എഴുതി അതിലെ ഡോക്ടർമാരെ തടഞ്ഞു. ഞാനത് പറയാൻ കാരണം ഇതിലൊക്കെ അങ്ങനത്തെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ പാടില്ല എന്ന് പറയുന്നത് എന്റെ വാക്കുകൾ സംഭവിക്കുന്ന എല്ലാ ആശംസകളും. അനവത്യത ദുഃഖം എന്ന് പറയുന്നത് ഒരു വലിയ ദുഃഖം തന്നെയാണ്. പക്ഷേ സ്നേഹമില്ലാത്ത മക്കളുണ്ടാകുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ദുഃഖമാണ്. ദേശസ്നേഹമില്ലാത്ത മക്കളുണ്ടാകുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ദുഃഖമാണ്. അപ്പോൾ ARMCയിൽ കുഞ്ഞുമൊയ്തീൻ കുഞ്ഞുങ്ങളെ ടെസ്റ്റ് ട്യൂബിനകത്ത് സൃഷ്ടിക്കുമ്പോൾ അതിനകത്ത് സ്നേഹത്തിന്റെ ഒരു കണിക കൂടെ, ഒരു തുള്ളി കൂടെ അതിൽ ചേർക്കണം എന്ന് ഞാൻ കുഞ്ഞുമൊയ്തീനോട് അപേക്ഷിക്കുന്നു. കുഞ്ഞുമൊയ്തീൻ എൻ്റെ മകനെ പോലെയാണ്. തീർച്ചയായിട്ടും കുഞ്ഞുമൊയ്തീന്റെ എല്ലാ വളർച്ചയും നോക്കിക്കണ്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. കുഞ്ഞുമൊയ്തീൻ നല്ല മനസ്സുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുമൊയ്തീൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉന്നതിയിലെത്തും. അദ്ദേഹത്തെ ഈശ്വരൻ അനുഗ്രഹിക്കും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇൻട്രൊഡക്ഷൻ പറയുന്ന മാതിരി അഡോളസന്റ് ഹെൽത്ത് സ്ക്രീനിങ് പ്രോഗ്രാം അദ്ദേഹം ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ IMAയുടെ വിമൻസ് വിങ്ങിന്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം അഡോളസന്റ് കെയർ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല പെൺകുട്ടികൾക്കും എന്താണ് എന്ന് അറിഞ്ഞൂടാ, അഡോളസൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞൂടാ, കുടുംബജീവിതം എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ ലൈഫ് എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ, സെക്സ് ലൈഫ് എന്നല്ല നമ്മൾ, സെക്ഷൽ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ് എന്നല്ല പറയുന്നത്, ഫാമിലി ലൈഫ്
എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് കുടുംബജീവിതത്തിന്റെ ആയാസങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. കുടുംബജീവിതത്തിലെ മറ്റുള്ള ലൈംഗിക പ്രശ്നങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് സാധാരണ പോലെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഡോളസന്റ് പീരീഡിലുള്ള നിങ്ങൾക്കുള്ള പ്രത്യേകതകൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, പട്ടിണിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് എല്ലാവരും പറയും. പക്ഷേ പൊണ്ണത്തടിയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം സ്ത്രീകളുടെ പൊതുവായ, പെൺകുട്ടികളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകിച്ചും മന്ദതയ്ക്കും വളരെ സ്ലോ ആയിട്ടുള്ള സ്വഭാവത്തിനും രണ്ടാംകിട പൗരത്വത്തിനും വരെ പ്രധാനപ്പെട്ട കാരണമായിരിക്കുന്നത് സബ്ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള, പെൺകുട്ടികൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം പറയുന്നത് അനീമിയയും അയഡിൻ ഡെഫിഷ്യൻസി ആണെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം എല്ലാ സ്കൂളുകളിലും നമ്മൾ ഫ്രീ ആയിട്ട് ക്യാമ്പുകൾ നടത്തി, ടെസ്റ്റുകൾ നടത്തി, ഇത് കണ്ടെത്തി ഇതിന് ഫ്രീ ആയിട്ടുള്ള ചികിത്സ കൊടുക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനം മുന്നിലേക്ക് വരിക എന്ന് പറയുന്നത് ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ സ്കൂളുകൾക്കും എഴുതുന്നുണ്ട്. ഞങ്ങൾക്ക് വിമൻസ് വിങ്ങിന്റെ സഹായത്തോടുകൂടി അത് കേരളത്തിൽ ആകമാനം നടപ്പാക്കണം എന്നാണ് ARMC ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്കൂളുകൾക്കും ഞങ്ങൾ എഴുതുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും ഡോക്ടർമാർ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് ടീച്ചേഴ്സ് എല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാം, സെക്ഷൽ ലൈഫിനെ പറ്റി. പക്ഷേ കുട്ടികൾക്ക് നമ്മളോട് ചോദിക്കാനാകുമ്പോൾ ഒരു മടിയില്ല, നമുക്ക് മറുപടി പറയാനും മടിയൊന്നുമില്ല. ടീച്ചേഴ്സിനോട് ചോദിക്കാൻ മടിയുണ്ടാവും, ടീച്ചേഴ്സിന് മറുപടി പറയാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഡോക്ടർമാർക്ക് കേൾക്കുന്നതിനും ലിമിറ്റില്ല, പറയുന്നതിനും ലിമിറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഇതിൽ ഇടപെട്ടിട്ട് ഈ അഡോളസന്റ് എഡ്യൂക്കേഷൻ ആൻഡ് അഡോളസന്റ് സ്ക്രീനിങ് എന്നുള്ള പ്രോഗ്രാം നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ടെസ്റ്റുകൾ നടത്തുക, ഞങ്ങൾ ക്ലാസ് എടുക്കുക മാത്രമേ ഇതുവരെ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ കുഞ്ഞുമൊയ്തീൻ ടെസ്റ്റുകൾ കൂടെ ഫ്രീ ആയിട്ട് ചെയ്തു തരാം എന്നുള്ള കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കും അതൊരു വലിയ കാര്യമാണ്. അത് ഏറ്റവും വിജയകരമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട്, ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷമായി വളരെ പ്രശസ്തമായ രീതിയിൽ കോഴിക്കോട്ട് പ്രവർത്തിച്ചു വന്ന ARMCയുടെ ഈ വാർഷിക ചടങ്ങിൽ പങ്കെടുക്കുവാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡേ കെയർ സെന്റർ എന്ന നിലയിൽ ഏത് സ്ഥാപനവും നടത്തുക കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ കൂടുതലായി കാണാറില്ല. ഏത് മേഖലയിലായാലും, ഡയാലിസിസ് മേഖലയിലായാലും ഇപ്പോൾ IVF മേഖലയിലായാലും വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. പൊതുവെ ആശുപത്രികളെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കാറ്. പണ ചെലവ് കുറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിന് ഒരു കാൽവെപ്പ് ഡോക്ടർ മുഹമ്മദിന്റെയൊക്കെ നേതൃത്വത്തിൽ, ഉപദേശത്തിൽ തുടങ്ങിയതിൽ ഡോക്ടർ കുഞ്ഞുമൊയ്തീനെയും അദ്ദേഹത്തിന്റെ മറ്റ് സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കട്ടെ. വൈദ്യശാസ്ത്രം നമുക്കൊക്കെ അറിയാം വലിയൊരു കുതിച്ചുചാട്ടത്തിലാണ്. സ്റ്റെം സെൽ കൾച്ചറിലൂടെ അവയവങ്ങൾ തന്നെ ഇന്ന് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഘട്ടത്തിൽ നാം എത്തിയിരിക്കുന്നു. ഈ ഒരു മേഖലയിൽ ഡിസൈനർ ബേബീസ് എന്ന് പറയുന്ന നമുക്ക് വേണ്ട കുട്ടികളെ, ആൺകുഞ്ഞ് വേണമെങ്കിൽ ആൺകുഞ്ഞ്, പെൺകുഞ്ഞ് വേണമെങ്കിൽ പെൺകുഞ്ഞ്, അവർക്ക് വേണ്ട കണ്ണിന്റെയും അവരുടെ ചർമ്മത്തിന്റെയും നിറങ്ങൾ തീരുമാനിക്കുവാനുള്ള ആ ഒരു കഴിവ് ഒരു പക്ഷേ കുറച്ചു കാലങ്ങൾക്കകം നമുക്ക് കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനും ഡോക്ടറും അല്ലെങ്കിൽ ശാസ്ത്രവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ലൈൻ വളരെ തിന്നായി വരികയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വളരെ വലിയൊരു ബാധ്യതയാണ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ
IVF-ൽ ധാർമ്മിക വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഡോക്ടർമാർക്കുള്ളത്. ഈ മേഖലയിൽ ചൂഷണത്തിനും അതിരുകടന്ന് പ്രവർത്തിക്കുവാനുമുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ടെംപ്റ്റേഷൻ അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത്. ARMCയുടെ ചുക്കാൻ പിടിക്കുന്നവർ അതിന് കഴിവുള്ളവരാണ് എന്ന് എനിക്കറിയാം. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ. ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം ചെയ്ത ഒരു പ്രവർത്തനം കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുവാനും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, ഇന്ത്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കും വിദേശത്തേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനുമുള്ള ഈ ഒരു സ്റ്റാൻഡ് അലോൺ കോൺസെപ്റ്റ് വ്യാപിപ്പിക്കുവാനുമുള്ള കഴിവ് സർവശക്തൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ഈ സദസ്സിൽ എന്റെ ഗുരുകുതരെ, സായന്തനത്തിന്റെ താരമായ ശ്രീ ശ്രീനിവാസൻ, നമ്മുടെ തന്നെ MLA ആയ സലാം അവറുകളെ, മറ്റു വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഈ വളരെ ദീപ്തമായ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചത് ഒരുപക്ഷെ കേരളത്തിലെ പ്രസവ ഗർഭാശയരോഗ ചികിത്സകരുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചിതറിക്കിടക്കുന്ന കുറേ സംഘടനകളുടെ സംസ്ഥാനതല സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിലാണ്. എൻ്റെ BSc 3 വർഷങ്ങളിലെ സഹപാഠി ഡോക്ടർ മുഹമ്മദ് ഇവിടെ IVF-നെയും മിക്സിയെയും എങ്ങനെ നിങ്ങളോട് പറയേണ്ടു എന്നറിയാതെ കുറച്ച് വിഷമിക്കുന്നു കണ്ടു. അദ്ദേഹം എന്നോട് ചെറിയ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഏതായാലും എൻ്റെ സുഹൃത്ത് കുറെ കാലങ്ങളായിട്ട് 40 കൊല്ലത്തിന് ശേഷം ഒരു സുഹൃത്തിന് ആവശ്യം പറഞ്ഞതാണ്. ഞാനത് നിർവഹിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു പുരുഷ ബീജത്തിന് നമ്മൾ ഒരു തറവാട്ടിലെ പ്രായം ആയി നിൽക്കുന്ന ഒരു ആൺകുഞ്ഞും, സ്ത്രീ ബീജത്തിന് വേറൊരു തറവാട്ടിലെ യുവതിയുമായി സങ്കല്പിക്കുകയാണെങ്കിൽ ഈ 2 തറവാട്ടുകാർക്ക് ഒരു ചെറിയ ആഗ്രഹം, കുട്ടികളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവരെ ഒന്നിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പം അവരെന്താ ചെയ്യുക? അവരെ ചില വേദികളിലും വേളകളിലും ഇവരെ ഒന്നിച്ച് കഴിയാൻ സമ്മതിച്ചിട്ട് അവർക്ക് സ്വാഭാവികമായ ആകർഷണം ഉണ്ടായിട്ട് യോജിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക. അതായത് പുരുഷബീജത്തെയും സ്ത്രീബീജത്തെയും, പുരുഷബീജം സ്ത്രീബീജത്തിലേക്ക് നമ്മുടെ തന്നെ ശക്തി ഉപയോഗിച്ചിട്ട്, ശ്രമം ഉപയോഗിച്ചിട്ട് കടത്തിവിടുന്നതിനാണ് ഈസി എന്ന് പറയുന്നത്. അവിടെ പ്രകൃതിപരമായ ശക്തികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഡോക്ടർ കുഞ്ഞുമൊയ്തീൻ ഇന്ന് പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു KFOG പ്രസിഡന്റ് എന്ന നിലയിലേക്ക് ചെറിയൊരു നിർദ്ദേശം വെക്കാനുള്ളത്, ARMC എന്നല്ല എല്ലാ വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങളിലും വരുന്ന രോഗികളെ അനവധ്യത, വന്ധ്യത അനുഭവിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ, ഈ രോഗികളെ 3 തരമായിട്ട് വർഗീകരിക്കുക. ഒന്ന്, സമൂഹത്തിന്റെ വളരെ ഉയർന്ന ശ്രേണിയിൽ ഇത്തരം ചികിത്സയ്ക്ക് എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കാൻ വിഷമമില്ലാത്ത ആൾക്കാർ, അവരെടുത്ത് നിങ്ങൾ എത്ര പൈസ വേണമെങ്കിലും ചാർജ് ചെയ്തു. രണ്ടാമത്തെ ശ്രേണി സാധാരണക്കാർക്ക്, വേണ്ടി വന്നാൽ ഇവരുടെ ഫുൾ ചാർജ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അവരുടെ ചാർജ് ചെയ്യും. പക്ഷേ ഈ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ഈ വന്ധ്യതാ ചികിത്സയ്ക്ക് ഉപകരിക്കുന്ന ഉപകരണങ്ങളും മരുന്നുകളും ഒക്കെ വാങ്ങിക്കുമ്പോൾ കുറെ കമ്പനികളൊക്കെ അവർക്ക് കുറെ ഔദാര്യങ്ങളും കുറേയധികം ഇളവുകളൊക്കെ അനുവദിക്കുന്നുണ്ട്. ഈ ഇളവുകളിൽ നല്ലൊരു ശതമാനം ഈ താഴേക്കടിയിലുള്ള വന്ധ്യതയുള്ള ദമ്പതികൾക്ക് കൈമാറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥ നിങ്ങളുടെ ഈ ഫൗണ്ടേഷന്റെ നിയമാവലിയിൽ എഴുതി ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള സുഗമമായ നടത്തിപ്പിന് ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതുകയാണ്. ഈ ചെറിയ നിർദ്ദേശം നിങ്ങൾ പരിഗണിക്കണമെന്ന അപേക്ഷയോടെ ഈ സായന്തനത്തിൽ ഈ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രേമു ARMCയുടെ ഈ 1ാം വാർഷികദിനത്തിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്. ARMCയുടെ ഉദ്ഘാടന വേളയിലും ഇതുപോലെ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അന്ന് ARMCയുടെ ആൾക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ
ഏറെക്കുറെ അല്ലെങ്കിൽ ഒട്ടുമുക്കാലും നിറവേറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ അവർക്ക് അഭിമാനിക്കാം. നാരായണ സാറിന്റെ സൂചിപ്പിച്ച പോലുള്ള അതിന്റെ ചുരുക്കി പറഞ്ഞ ക്രോസ് സബ്സിഡി എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അന്ന് അതിൽ ആശംസ അർപ്പിക്കുമ്പോൾ ഡോക്ടർ കുഞ്ഞുമൊയ്തീനോടും അതിന്റെ ആൾക്കാരോടും ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യമായി ഒരു റിക്വസ്റ്റ് ആയിരുന്നു. ക്രോസ് സബ്സിഡി കൊണ്ട് മാത്രമേ ചിലപ്പോൾ ഇത് താഴേക്കിടയിൽ ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം വളരെ ചെലവ് പിടിച്ച ഒരു ചികിത്സാ രീതിയാണ്. ഇവിടെ അന്ന് ഉണ്ടായിരുന്ന നമ്മുടെ MP ചോദിച്ചിരുന്നു എത്രയും ചെലവ് വരുന്നൊക്കെ. അപ്പോൾ സാധാരണ ആൾക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തു അദ്ദേഹത്തിന്. അപ്പോൾ ആരോഗ്യമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് ഈ വന്ധ്യാ ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കാമെന്ന്.